കേരളത്തിലെ കാത്തലിക്സുകാരും നിങ്ങൾ ഓരോ കാരണത്താലും ഈ മുസ്ലിം ന്യൂനപക്ഷവും മുസ്ലിം ലീഗിനെയൊക്കെ പിന്താങ്ങുമ്പോൾ ഇവിടുത്തെ സുഡാപ്പികളെ പിന്താങ്ങി നിങ്ങളും മനസ്സിലാക്കണം, ഇത് നിങ്ങൾക്കെതിരെയുള്ള വാളാണ്. അന്ന് ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയപ്പം അന്ന് അയാളെ എതിർത്ത കാത്തലിക് മാനേജ്മെൻറ്റുകൾ പഠിച്ചോണം, അവസാനം ഇത് നിങ്ങൾക്കെതിരെ തിരിയുമെന്ന്. അവസാനം കേരളത്തിലെ കാത്തലിക്സ് മാനേജ്മെൻറ്റ് നടത്തുന്ന പല ആശുപത്രികൾക്കെതിരെയും മെഡിക്കൽ കോളേജിനെതിരെയും എന്തുകൊണ്ടാണ് ഇത്രയും ഗൂഢാലോചന നടത്തിയിട്ട് അവിടെ ജോലി ചെയ്യുന്ന 1-2 ക്രിസ്ത്യാനികളുടെ പേരും പിടിച്ചിട്ട് ഈ യുണൈറ്റഡ് നേഷൻസിലെ ചില ആൾക്കാർ, ചില ക്രൈസ്തവരുടെ പേരുകളും എല്ലാം കൂടെ ചേർത്ത് വെച്ച് വലിയൊരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് കേരളത്തിലാകുവാനും ക്രൈസ്തവ മാനേജ്മെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനെതിരെ ഒരു കലാപം നടക്കുകയാണ്. കലാപം എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇഷ്ടം പോലെ പണമുണ്ട്, അല്ലെങ്കിൽ 3-3.5 കോടിയുടെയൊക്കെ ഈ വെട്ടിപ്പ് നടത്താൻ വേണ്ടി ജാസ്മിൻ ഷാ എന്ന് പറഞ്ഞ ഭൂലോക ഉടായിപ്പ് കള്ളൻ, അവൻ്റെ ഇവിടുന്ന് ഇത്രയും പണം ആലോചിച്ച് നോക്കുക. ഇവിടുന്ന് ഇത്രയും പണം കിട്ടിയിരിക്കുന്നത്, അതായത് വിദേശങ്ങളിൽ നിന്ന് കിട്ടിയ പണം ഉപയോഗിച്ചിട്ടാണ് ഇവന്മാർ ഈ മുഴുവൻ ആക്ടിവിറ്റീസും ചെയ്യുന്നത്. അപ്പം അതിന് കേരളത്തിലെ പല ക്രൈസ്തവരും ഈ പറയുന്ന ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ അടപ്പിക്കാൻ ശ്രമിക്കുന്നു.